ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ്. തിരുവനന്തപുരത്തുകാർ സൂക്ഷിക്കുക. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും വീണ്ടും ഹനുമാൻ കുരങ്ങുകൾ പുറത്തു ചാടിയിരിക്കുന്നു. ഇത്തവണ 3 കുരങ്ങുകൾ മൃഗശാലയിൽ നിന്നും ചാടിപ്പോയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ഈ കുരങ്ങുകൾക്ക് ആക്രമണ സ്വഭാവമുള്ളതിനാൽ തന്നെ പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കുരങ്ങുകൾ മൃഗശാലയിൽ നിന്നും പുറത്തുപോയ കാര്യം ഇന്ന് രാവിലെയാണ് അധികൃതർ അറിയുന്നത്. അതായത് ചാടിയ 2 കുരങ്ങുകൾ മൃഗശാലയുടെ പരിസരത്തെ മരങ്ങളിൽ ഇപ്പോഴുമുണ്ട്. 3ാമത്തെ കുരങ്ങിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതായത് മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ മൃഗശാല അധികൃതർക്ക് വീണ്ടും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ജീവനക്കാർ മൃഗങ്ങളെ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിന്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങളെന്നാണ് വിവരങ്ങൾ. അതായത് ഇക്കഴിഞ്ഞ വർഷം ചാടിപ്പോയ ഒരു കുരങ്ങിനെ ഏറെ പണിപ്പെട്ടായിരുന്നു പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ ചുറ്റിക്കറങ്ങിയ കുരങ്ങിനെ 1 മാസത്തിന് പിന്നാലെ പിടികൂടി കൂട്ടിലേക്ക് മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 3 കുരങ്ങുകൾ കൂടി മൃഗശാലയിൽ നിന്നും പുറത്തു ചാടിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. അടുത്തിടെ ഇവയെ തുറന്ന കൂട്ടിലേക്ക് മാറ്റിയിരുന്നു. അതായത് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ് കുരങ്ങുകളെ തലസ്ഥാനത്ത് എത്തിച്ചത്. ഇന്ത്യയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരിനം കുരങ്ങാണിത്. കോമൺ ലാങ്കർ എന്ന പേരിലാണ് ഈ ഇനത്തിൽപ്പെട്ട കുരങ്ങുകൾ അറിയപ്പെടുന്നത്. എന്നാൽ എല്ലാവർക്കും ചിരപരിചിതമായ പേര് ഹനുമാൻ കുരങ്ങെന്നാണ്. ഹനുമാൻ കുരങ്ങിന് ചാരനിറമാണ്. മുഖമങ്ങട്ടെ കറുത്തിരിക്കും. നല്ല നീളമുള്ള കൈകാലുകൾ ഇവയുടെ പ്രത്യേകതയാണ്. വാലിന് 3 അടി നീളമെങ്കിലും ഉണ്ടാകും. 10 മുതൽ 20 കിലോഗ്രാം വരെ തൂക്കമുള്ള ഹനുമാൻ കുരങ്ങുകളുണ്ട്. അതുപോലെ തന്നെ ഉയരം 2.5 അടി കാണും. വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഹനുമാൻ കുരങ്ങുകൾ നിറത്തിലും തൂക്കത്തിലും വലിപ്പത്തിലുമൊക്കെ വ്യത്യാസമായി തന്നെ കാണപ്പെടുകയാണ്. അതായത് ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക് അനായാസം ചാടാനും ഇവയ്ക്ക് സാധിക്കും. സാധാരണയായി മരക്കൊമ്പുകളിൽ കൂട്ടമായിട്ടാണ് ഇവയുടെ വാസം. ചിലപ്പോൾ പാറക്കൂട്ടങ്ങളുടെ ഇടയ്ക്കും വാസസ്ഥലം കണ്ടെത്താറുണ്ട്. 15 മുതൽ 25 അംഗങ്ങൾ വരെ ഈ കൂട്ടത്തിലുണ്ടായിരിക്കും. പഴങ്ങളും ഇലകളും പൂവുകളും മറ്റുമാണ് ഇവയുടെ ഭക്ഷണം. അതേസമയം തിരുവനന്തപുരം മൃഗശാലയിലെ ഗുരുതര വീഴ്ച ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതിനു മുൻപ് രാജവെമ്പാലയുടെ കടിയേറ്റ് തിരുവനന്തപുരം മൃഗശാലയിലെ ജീവനക്കാരൻ മരിച്ച സംഭവം കേരളക്കരെ ഏറെ ഞെട്ടലോടെയാണ് കേട്ടിരുന്നത്. അതായത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ രാജവെമ്പാലയുടെ കടിയേറ്റ് മരിക്കുന്നത്. ഇന്ത്യയിൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് 4 പേരാണ് രാജവെമ്പാലയുടെ കടിയേറ്റ് മരിച്ചിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം മൃഗശാലയിൽ രാജവെമ്പാലയുടെ കടിയേറ്റ് മരിച്ച കാട്ടാക്കട സ്വദേശി ഹർഷാദ് 15 വർഷമായി മൃഗങ്ങളെയും പാമ്പുകളെയും ഒക്കെ പരിചരിച്ചു വരുന്ന ഒരു ജീവനക്കാരനായിരുന്നു. പാമ്പിന്റെ കൂട് വൃത്തിയാക്കുന്നതിനിടെയാണ് കടിയേറ്റത്. 9 മുതൽ 12 വരെയായിരുന്നു ശുചീകരണത്തിനുള്ള സമയം. മറ്റ് ജീവനക്കാരെല്ലാം ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴും ഹർഷാദ് എത്താത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തുകയായിരുന്നു. ഇതിനിടയിൽ പാമ്പ് സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ശബ്ദം കേട്ടു. ഉടൻ സഹപ്രവർത്തകർ അവിടെ എത്തി ഹർഷാദിനെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കയ്യിലേറ്റ മുറിവും ഹർഷാദ് ജീവനക്കാരെ കാണിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റാൽ നൽകാൻ ആന്റിവനം മൃഗശാലയിലുണ്ട്. പക്ഷേ സംഭവം നടക്കുമ്പോൾ മൃഗശാല ഡോക്ടർ ഇല്ലാത്തതാണ് മൃഗശാലയിലെ ജീവനക്കാരന്റെ മരണത്തിന് കാരണമായത്. അതായത് നിരന്തരം മൃഗശാലയിലെ ജീവനക്കാരുടെ അനാസ്ഥ കാരണം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 ഹനുമാൻ കുരങ്ങുകൾ പുറത്തു ചാടിയിരിക്കുന്നു. ഇത് ആക്രമണ സ്വഭാവമുള്ള കുരങ്ങുകൾ എന്നാണ് വിവരം. ഇക്കഴിഞ്ഞ വർഷം ചാടിപ്പോയ കുരങ്ങും ഇക്കൂട്ടത്തിലുണ്ട്. നിലവിൽ ഒരു കുരങ്ങിനെ ഇപ്പോൾ കാണാനില്ല. ബാക്കി 2 കുരങ്ങും ഇപ്പോഴും മൃഗശാലയിലെ മരത്തിൽ തന്നെ ഉണ്ടെന്നാണ് വിവരങ്ങൾ. ഇതിനെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.